നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗിനെതിരെ കടുത്ത ഭാഷയിൽ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിമർശനങ്ങൾ നടത്തി. ലീഗിൻ്റെ ചെയ്തികൾ കാരണം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശനം രേഖപ്പെടുത്തിയത്. അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് സാമൂഹ്യ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത്. കാരണം ലീഗിൻ്റെ ചെയ്തികൾ ആ തരത്തിലായിരുന്നു. മലബാർ കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഖിലേന്ത്യാ ലീഗ് കൈക്കൊണ്ട നടപടിയും അതിനുശേഷം മാറാട് കലാപത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പങ്കുമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ലീഗിൻ്റെ വർഗീയതയെ എതിർത്തതിനാണ് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നതെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. തൊടുപുഴയിൽ ലീഗ് നടത്തിയ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെയും NSSൻ്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർക്കെതിരെയും ലീഗ് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ എല്ലാം തന്നെ മുസ്ലിം ലീഗ് അധികാരത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ അധികാര സ്ഥാപനം നടത്തുവാനും അതുപയോഗിച്ചുകൊണ്ട് മറ്റ് ഇതര മതസ്ഥരെ വെല്ലുവിളിക്കുവാൻ ശ്രമം നടത്തുകയാണ് ചെയ്യുന്നതെന്നും അത് ഒരിക്കലും ഒരു കാരണവശാലും ജനാധിപത്യ കേരളം പൊറുക്കില്ല എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ വിമർശനത്തോടൊപ്പം KM ഷാജിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് KM ഷാജിയെ മന്ത്രിയാക്കിയാൽ കേരളത്തിലെ മതേതരത്വം തകരും, അത് പൂത്തൊലയുകയല്ല ചെയ്യുന്നത്, അത് അടിമുടി തകർക്കപ്പെടുകയാണ് ചെയ്തത്, അതൊരു കാരണവശാലും ജനാധിപത്യ കേരളത്തിന് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, മാറാട് കലാപവും മലബാർ കലാപവും തന്നെ ആരും മറന്നിട്ടുണ്ടാവില്ല. സമുദായത്തിനെതിരെ ഏത് കൊലകൊമ്പൻ വന്നാലും അതിനെ കൈകാര്യം ചെയ്യുവാൻ SNDPക്കും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഇപ്പോഴും കഴിവുണ്ട്. അതിന് ഒരു ഭരണത്തിൻ്റെയും പിന്തുണയുടെ ആവശ്യമില്ല എന്ന് അത്രയേറെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ ശക്തിയുക്തം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സംഘടന തന്നെ, ശക്തമായി പ്രവർത്തിക്കുവാൻ ശേഷിയുള്ള സംഘടന തന്നെയാണ് SNDP. മുസ്ലിം ലീഗ് വളർന്ന് പന്തലിച്ചത് ഹിന്ദുക്കളെ കൊന്നു തള്ളിയ മലബാർ കലാപത്തിൻ്റെ നാട്ടിലാണ്. കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിയതും ലീഗ് തന്നെ. ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ അപ്പകഷ്ണം നുകർന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ രക്തം നുകർന്ന ആ മലബാർ കലാപത്തെ ഈ രീതിയിൽ മാറ്റിയെടുത്തതിന് പിന്നിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കരങ്ങളുണ്ട്. ഇനി നാളെ അവർ ഇത് ഖേദിക്കേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ അവർ ഈ തരത്തിൽ മലബാർ കലാപത്തിൽ ഉൾപ്പെടുകയും പിന്നീട് ഭാരതത്തിൻ്റെ വിഭജനത്തിൽ ഉൾപ്പെടുന്ന ലീഗായി മാറുകയുമാണ് ചെയ്തത്. അത്തരത്തിലുള്ള അഖിലേന്ത്യാ ലീഗ് തന്നെയാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ്. അവരുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അവർ പതുങ്ങിയിരിക്കുകയായിരുന്നു. അവർ പതുങ്ങിയിരുന്നു കൊണ്ട് ഈ വിഷയങ്ങളെ നേരിടുകയായിരുന്നു. അവരുടെ ഉള്ളിൽ വർഗീയവാദമാണ്, ഭീകരവാദമാണ് എന്ന തരത്തിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ചില റിപ്ലൈകളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തൊടുപുഴയിൽ ലീഗിൻ്റെ അണികൾ, ലീഗിൻ്റെ നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശനെതിരെ, SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെതിരെയും NSSൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുകുമാരൻ നായർക്കെതിരെയും വലിയ പ്രതിഷേധമാണ് നടത്തിയത്. തൊടുപുഴയിലെ ആ യൂണിറ്റിനെ പിരിച്ചുവിട്ടു. പക്ഷേ പിറ്റേ ദിവസം അതിലും ക്രൂരമായ രീതിയിൽ കോലം കത്തിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വയനാട് വീണ്ടും പ്രതിഷേധമുണ്ടായി. ഈ കോലം കത്തിക്കലും ഒക്കെ നടത്തിയത് ലീഗിനെ വിമർശിച്ചതാണ്, അല്ലാതെ മുസ്ലിങ്ങളെ വിമർശിച്ചതല്ല. മുസ്ലിങ്ങളെ വിമർശിച്ചതാക്കി അത് മാറ്റിയെടുത്തുകൊണ്ട് ലീഗ് വീണ്ടും വലിയ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലീഗ് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. അത്തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അത് വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രം അഭിപ്രായമല്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ കോഴിക്കോട് ശ്രീ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ വിജിലൻസും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ലീഗിൻ്റെ ഒരു 5ാം മന്ത്രി വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് കോഴിക്കോട് ഒരു പ്രസംഗം നടത്തി. VK ഗോവിന്ദൻ നായർ ഒരു കാലഘട്ടത്തിൽ ഒരു അഭിപ്രായം പറയുകയുണ്ടായി, 2-3 സീറ്റുകൾ മലബാറിൽ ലീഗിന് നൽകിയാൽ ലീഗ് വീണ്ടും അത് കൂടുതൽ ആവശ്യപ്പെടുകയും അത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലീഗ്. വർഗീയ സംഘടനകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൽ ജാഗ്രത പുലർത്തണമെന്ന് ആചാര്യന്മാർ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന തരത്തിലുള്ളൊരു പ്രസംഗം അദ്ദേഹം നടത്തുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായതാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ശരിക്കും ആ കാലത്തേക്കാൾ കൂടുതൽ ഈ കാലത്തേക്ക് അത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ലീഗിൻ്റെ സ്വഭാവം വളരെ വലിയ രീതിയിൽ മാറുന്ന ഒരു കാലമാണ്. കാരണം SDPയെ പോലുള്ളൊരു സംഘടന തന്നെ മതേതരത്വ സംഘടനയാണ് എന്ന് പറയുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ നിന്ന് UDFൻ്റെ ഭാഗമായി നിന്ന UDF നേതാവായിട്ടുള്ള വ്യക്തി തന്നെയാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ ഈ ലീഗിൻ്റെ സ്വഭാവം
വളരെയധികം വർഗീയമായി മാറി. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ അവർ കൂട്ടുപിടിക്കുന്നു, കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം മാറി മതേതരത്വമായി മാറി എന്നാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ പറഞ്ഞത്. പക്ഷേ അതിന് വിരീതമായ കാര്യമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ എന്ന അവരുടെ നേതാവ് പറഞ്ഞു. ഇസ്ലാമിക നിയമം ഉള്ളിടത്ത് മാത്രമേ നിസ്കാരം പോലും പൂർണ്ണമാകുകയുള്ളൂ, മോക്ഷം ലഭിക്കുകയുള്ളൂ, മുക്തി ലഭിക്കുകയുള്ളൂ എന്നൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതും ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അള്ളാ ടൈഗർ എന്ന് പറയുന്ന സംഘടനയും ഹിസ്ബുൾ മുജാഹിദിനുമായിട്ട് നേരിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ലീഗിന് അവിടെ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭീകരവാദികളെ ഏകോപിപ്പിക്കുവാനും ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുന്നു എന്ന തരത്തിൽ വളരെ ആ ഒരു തരത്തിലുള്ള പ്രബോധനം അവർ രേഖപ്പെടുത്തിയെന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള നാസർ കോലായിയാണ് അത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഈ രീതിയിൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും UDFും ചേർന്ന് കേരളത്തിൻ്റെ മതേതരത്വ ബോധത്തെ നശിപ്പിക്കുകയും ഇവിടുത്തെ ഹിന്ദുക്കളെ ഭീതിയിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതിനെതിരെ എത്ര തന്നെയുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയാലും അതൊന്നും തന്നെ വിലപ്പോകില്ല. കാരണം അവയെല്ലാം തന്നെ വാസ്തവമാണ്. ലീഗിൻ്റെ പ്രവർത്തനം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല. ലീഗ് വച്ചു പുലർത്തുന്നത് കടുത്ത വർഗീയതയും ഭീകരവാദവും തന്നെയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് നേരെയും വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന SNDPക്ക് നേരെയും ലീഗ് നടത്തുന്ന ഇത്തരത്തിലുള്ള ഒളിച്ചുകളികളെല്ലാം തന്നെ അത് കേരളത്തിൻ്റെ മതേതരത്വ ബോധത്തിനെ നശിപ്പിക്കുന്നതും ഹിന്ദുക്കൾക്കെതിരെയുള്ള തുറന്ന യുദ്ധവുമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഒരു കാരണവശാലും അത് കോൺഗ്രസ്സിന് ലീഗിന് ഒന്നും തന്നെ അത് യോജിക്കുന്ന കാര്യമേ അല്ല. അതവരുടെ സ്വഭാവം പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് കേരളമാണ്. കേരളത്തിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞുകൂടുന്ന ഇടമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഭീകരവാദവും വിഘടനവാദവും കൊണ്ട് നടന്നാൽ തീർച്ചയായിട്ടും അത് വിലപ്പോവില്ല. സമുദായത്തിനെതിരെ ഏത് കൊലകൊമ്പൻ വന്ന് നേരിടാൻ വന്നാലും അതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് സമുദായത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒക്കെ വളരെ ശക്തമായ പിന്തുണ തന്നെ ലഭിക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.